ജൂലിയൻ അൽവാരസ് ടു ബാഴ്സലോണ നടക്കാൻ പോകുന്നില്ല. ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. 99% ചാൻസ് ഇല്ല. കാരണം വേറെ ആരുമില്ല, ഗിൽമറൻ. അയാളുടെ വാശി തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള തടസ്സം. ബിക്കോസ് ഓൾറെഡി ഫാൻസ് കൈവിട്ടു. ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിലും അൽവാരസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും തെറിവിളിക്ക് ഒരു കുറവില്ലായിരുന്നു. പിന്നെ സിമിയോണിക്കും വലിയ താല്പര്യമൊന്നുമില്ല അവനെ ടീമിൽ കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഇതിലൊരു കാര്യമുണ്ട്, ഒരു പ്ലെയർ ആ ടീമിന് വേണ്ടി കളിക്കാൻ റെഡി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയറിനെ കൊടുത്ത് ഒഴിവാക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതാണ് ക്ലബിനും നല്ലത്, ആ പ്ലെയറിന്റെ കരിയറിനും നല്ലത്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗിൽമറിന്റെ വാശി തന്നെയാണ്. വേറെ എവിടേക്കും കൊടുക്കാം, ബാഴ്സലോണയ്ക്ക് കൊടുക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് മുന്നേ ഇസാക്ക് ലിവർപൂൾ എത്താൻ വേണ്ടി ചെയ്ത പോലെയൊക്കെ ചെയ്യണം. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതിരിക്കുക, കളിക്കാൻ വിസമ്മതിക്കുക, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അൽവാരസിന് ഇവിടുന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അൽവാരസ് അതിന് റെഡി അല്ല എന്നുള്ളതാണ് റിപ്പോർട്ട്സ് കാണുന്നത്. ബാഴ്സയാണെങ്കിൽ ഓൾറെഡി 150 മില്യൺ വരെ പേ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അൽവാരസിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ടായാൽ മാത്രമേ അവരെ ഇടുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബാഴ്സയ്ക്കിന് ഡിലേ ചെയ്യാൻ സമയമല്ല, കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. അൽവാരസിന് കൊടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഈ ആഴ്ചയാണ്. നെക്സ്റ്റ് വീക്ക് മുതൽ വേറെ ഓപ്ഷൻസ് നോക്കുന്നുള്ളതാണ്. പ്ലാൻ ബി ആക്ടിവേറ്റ് ആവും. ആൻഡ് പ്ലാൻ ബിയിൽ നമ്മൾ കുറേ പ്ലേയേഴ്സിന്റെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ലൗതാറോ മാർട്ടിനസ്, വിക്ടർ ഗ്യോക്കറസ് പോലെ കുറേ പ്ലേയേഴ്സ്. ബട്ട് കണ്ടറിയാം ആരെ സൈൻ ചെയ്യുമെന്നുള്ളത്. ഒരു സെന്റർ ഫോർവേഡ് മസ്റ്റ് ആണ്. എന്തായാലും അൽവാരസിന്റെ കേസിൽ 99% ചാൻസ് ഇല്ല. ബാക്കി ഒരു പെർസെൻറ്റേജ് അവിടെ കിടക്കട്ടെ, എങ്ങാനും നടന്നാലോ.